നമസ്തേ, എല്ലാവർക്കും 2024 സുഗമ ഹിന്ദി പരീക്ഷയുടെ ഫസ്റ്റ് ചോദ്യപേപ്പറിൻ്റെ അടുത്ത ചോദ്യപേപ്പറിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ 12 വരെയുള്ള നോട്ടിൻ്റെ വീഡിയോസാണ് തന്നിരുന്നത്. അടുത്ത് വരുന്നത് 13ാമത്തതാണ്. പേജ് നമ്പർ 5. ഭോപ്പാൽ സ്റ്റേഷൻ पर मेरा मित्र अविनाश जो वहाँ से निकलने वाले एक हिंदी दैनिक का संपादन करता था. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങൾ പറഞ്ഞായിരുന്നു. അതിൽ വരുന്ന കത്താണ് അടുത്ത് പറയാൻ പോകുന്നത്. കത്ത് വായിക്കാം. പ്രിയ മിത്ര, തും കൈസേ ഹോ? നിനക്ക് സുഖമാണോ? കുശൽ ഹേന? വഹാ ക്യാ ക്യാ സമാചാർ ഹേ? അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ മേ ഭോപ്പാൽ മേ ഹോ? ഇപ്പോൾ ഞാൻ ഭോപ്പാലിലാണ്. അവിനാഷ് കെ സാത്ത്, അപ്പോൾ അവിനാഷിനോടൊപ്പം ഞാനിപ്പോൾ ഭോപ്പാലിലുണ്ട്. തുമേ ആശ്ചര്യം ഹോഗാക്കി മേ കൈസെ അവിനാഷ് മില? നിനക്ക് ആശ്ചര്യം തോന്നില്ല ഞാൻ എങ്ങനെയാണ് അവിനാഷിൻ്റെ അടുത്ത് എത്തുന്നത്. മേ ബോംബെ ജാ രഹാ താ? ഞാൻ മുംബൈയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഭോപ്പാൽ സ്റ്റേഷൻ पर അവിനാഷ് മുझसे പൂച്ചേ ബിന മേരാ ബിസ്തർ ഓർ സൂട്ട് കേസ് ലേക്കർ ഉത്തര. ആ സമയത്താണ് ഭോപ്പാൽ സ്റ്റേഷനിൽ വെച്ച് അവിനാഷിനെ കാണുന്നതും അവൻ എന്നോട് ചോദിക്കാതെ തന്നെ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തു. ഏക് ദിൻ മുझे യഹാ ടഹർന പട. ഒരു ദിവസം അവിടെ തങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. രാത്രി 11 ബജെ ഹം ഘൂമനെ നിക്കലെ. രാത്രി 11 മണിക്ക് നമ്മളെല്ലാവരും ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. ഭോപ്പാൽ താൽമേക്ക് നാവുമില്ല. ഭോപ്പാൽ തീരത്തൊരു വള്ളം കണ്ടു. താൽ ബഹുത് ഹി സുന്ദർ ലഗ്രഹാത്ത. താള് വളരെയധികം മനോഹരമായിരുന്നു. അവിനാഷ് കി ഇച്ഛാ ഹുയി കി കോയി കുച്ച് ഗായെ. അവിനാഷിൻ്റെ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒന്ന് പാടിയെങ്കിൽ, ആരെങ്കിലും ഒന്ന് പാടിയെങ്കിൽ. മേത്തോ ഗാന ഹി സക്താത്ത. എനിക്കാണെങ്കിൽ ആ പാട്ടൊന്നും അറിയില്ല. ആഖിർ ബൂട്ട് മല്ലാഖിനെ ഗാനയൊക്കെ നിശ്ചയിക്കുക. അങ്ങനെ ബൂട്ട മല്ലാഖ് എന്ത് ചെയ്തു പാടാൻ വേണ്ടി. മല്ലാഖാരനോട് വള്ളമൊക്കെ തുഴയുന്ന ആൾ. അദ്ദേഹം എന്ത് ചെയ്തു പാടാൻ നിശ്ചയിച്ചു. ഉൻകെ ഗാനയ്ക്ക് രീതി ബഹുത് സുന്ദർത്തി. അദ്ദേഹത്തിൻ്റെ പാടുന്ന രീതി വളരെ മനോഹരമായിരുന്നു. ഹം അപ്പനെ ആപ്നെ ഹോഗയത്തെ. നമ്മളെല്ലാവരും ആ പാട്ടിലങ്ങ് ലയിച്ചു. ठंड पड़ने पर भी लौटने का मन नहीं हुआ. നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു, എന്നാലും അവിടെ നിന്ന് പോകാനുള്ള മനസ്സ് അനുവദിച്ചില്ല. അഗ്ലി ബാർ തും ഭി മേരെ സാത്ത് ആന. അടുത്ത തവണ നീയും എന്നോടൊപ്പം വരിക. ജവാബ് കി പ്രതീക്ഷാമേ തുമാരാ മിത്ര ഹസ്താക്ഷർ. കത്തിൻ്റെ മറുപടിയിൽ എൻ്റെ സുഹൃത്ത് ഹസ്താക്ഷർ സൈൻ. അപ്പോൾ അവിടുത്തെ യാത്രയെക്കുറിച്ചാണ് അവിനാഷ് തൻ്റെ സുഹൃത്തിന് എഴുതുന്നത്. ഇനി അത് വെച്ച് ഡയറി ചോദിക്കാം അന്നത്തെ ദിവസത്തെക്കുറിച്ച്. ഭോപ്പാൽ താൽക്കി കൽക്കി യാത്ര മന്മേ ഹമേഷ രഹേഗി. ഭോപ്പാൽ തീരത്തിൻ്റെ യാത്ര മനസ്സിലെല്ലായ്പ്പോഴും കാണും. അവിനാഷ് കെ സാത്ത് ഘൂമനെ നിക്കലാത്തോ സോച്ചാ ഭി നഹി താക്കി യഹ് ഇത്തന സുന്ദർ വ അവിസ്മരണീയ ഹോഗ. അവിനാഷിനോടൊപ്പം യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അത് ഇത്ര മനോഹരമായ ഒരു യാത്രയാകുമെന്ന്. രാത്രി 11 ബജെക്ക് ബാദ് ഹം ഘൂമനെ നിക്കലെ. രാത്രി 11 മണിക്ക് ശേഷം നമ്മൾ ഒന്ന് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. സൗഭാഗ്യസെ ഭോപ്പാൽ താൽമേക്ക് നാവുമില്ല. ഭാഗ്യത്തിന് ഒരു വള്ളം കിട്ടി. ഉസ്മേ ഘൂമനെ ലഗ. അതിലേക്ക് യാത്ര തുടങ്ങി. രാത്രി ഭോപ്പാൽ താൽ ബഹുത് ഹി സുന്ദർ ലഗ് രഹാ താ. രാത്രിയിൽ ആ യാത്ര വളരെ രസകരമായിരുന്നു. അപ്പോൾ യാത്രകൾ എപ്പോഴും മനോഹരമാണ് അല്ലേ. അവിനാഷ് കി ഇച്ഛാ ഹുയി കി. അവിനാഷിൻ്റെ ആഗ്രഹമായിരുന്നു കോയി കുച്ച് ഗായെ. ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പാടിയെങ്കിലെന്ന്. മേത്തോ ഗാന ഹി സക്താത്ത. എനിക്കാണെങ്കിൽ ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ല. ആഖിർ ബൂട്ടെ മല്ലാഖിനെ കുറിച്ച് ഗസൽ ഷേഡ്ത്തി. അപ്പോഴാണ് ബൂട്ട മല്ലാഹ് എന്ത് ചെയ്തത് കുറച്ച് ഗസൽ പാടുന്നത്. സുൻകർ ഹം ഉസ്മേ ഖോഗേത്ത്. നമ്മളെല്ലാവരും ആ പാട്ടിലങ്ങ് ലയിച്ചു പോയി. ठंड बढ़ने पर भी हम लौटने नहीं चाहते थे. തണുപ്പ് മാറിയെങ്കിലും നമുക്ക് അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയിട്ടില്ല. അബ്ദുൽ ജബ്ബാർ की ഗസലെ अब भी मेरे कानों पर गूंज रही है. അബ്ദുൽ ജബ്ബാറിൻ്റെ ആ ഗസൽ ഇപ്പോഴും എൻ്റെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങുന്നു. ഐസ അവസർ ഫിർ കഫി മില്ലേഗ ക്യാ. ഇനി ഇങ്ങനൊരു അവസരം ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയില്ല. ഇതായിരുന്നു അന്നത്തെ ഡയറി. വണ്ടിയുടെയൊക്കെ ഭയങ്കര ശബ്ദം കേട്ടോ. കേട്ടാന്ന് അപ്പോൾ കേട്ട് പഠിക്കുക. അടുത്ത് വരുന്നത് ബീർ ബഹൂട്ടിയുടേതാണ്. पेन में कुछ स्याही बची थी उसे साहिल ने जमीन पर छिड़क दिया. പേനിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് സാഹിൽ തറയിൽ കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി പർവാനെ के लिए दोनों दुकान पर पहुंचे. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലെത്തി. एक पेन स्याही कर दो. സാഹിൽ से पहले ही बेला ने दुकान वाले से कहा. പേനയിൽ മഷി നിറയ്ക്കണം. സാഹിലിന് മുമ്പ് ബേല കടക്കാരനോട് പറഞ്ഞു. बेटा स्याही की बोतल अभी अभी खाली हो गई है. മോനെ മഷി ഇപ്പം തീർന്നതേ ഉള്ളൂ. अब तो कल ही मिल पाएगी. നാളെ കിട്ടത്തുള്ളൂ. लेकिन इसने तो पेन में जो स्याही थी उसे ही जमीन पर छिड़क दिया. പക്ഷേ ഇവനാണെങ്കിൽ ഉണ്ടായിരുന്ന മഷിയെ തറയിൽ കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി. ബേല പറയണം.
അപ്പോൾ കടക്കാരൻ പറഞ്ഞ ഡയലോഗാണ്, ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഡുലാന ചാഹിയെ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. അപ്പോൾ മേഘങ്ങൾ ഇരുണ്ട് വരുന്നത് കാണുമ്പോൾ നമ്മൾ മുൻകൂട്ടി പ്രവചിക്കാൻ പാടില്ല, മഴ നല്ല എരിച്ചു വീഴുന്നുള്ള കാര്യത്തിൽ ചിന്തിക്കേണ്ട. സാഹിൽ और बेला दुकान क्यों गए? എന്തിനാ കടയിൽ പോയത്? പെൻമേ സ്യാഹി പർവാനേക്കിലെ പേനയിൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി. പെൻമേ ബച്ചി സ്യാഹി കോ കിസ്നെ സെമീൻ പർ छिड़क दिया. ആരാ കുടഞ്ഞത്? സാഹിലിന്. ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഡുലാന ചാഹിയെ ദുക്കാൻദാറിനെ ഐസ ക്യൂം കഹ. എന്താ അങ്ങനെ പറഞ്ഞത്? സാഹിൽ കോ പെൻമേ സ്യാഹി പർവാനി തീ. സാഹിലിന് പേനയിൽ മഷി നിറയ്ക്കണം. ഉസ്നെ അപ്പനെ പെൻമേ ജോ സ്യാഹി ബച്ചി ഹുയി തീ ഉസേ സെമീൻ പർ छिड़क दिया. അവൻ എന്ത് ചെയ്തു? പേനയിലുണ്ടായിരുന്ന മഷിയെ തറയിൽ കുടഞ്ഞു. ലേക്കിൻ ദുക്കാൻ സെ നയി സ്യാഹി നഹി മിലി. പക്ഷേ കടയിൽ നിന്ന് പുതിയ മഷി കിട്ടിയതുമില്ല. जब दुकानदार को इस बात का पता चला तो उसने ऐसा कहा. അപ്പോൾ കടക്കാരൻ ഈ കാര്യം അറിഞ്ഞപ്പോഴാണ് പറയുന്നത്. इसका मतलब ये कि किसी वस्तु को मिलने की प्रतीक्षा में पास की वस्तु को छोड़ना उचित नहीं है. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് കളഞ്ഞിട്ട് അടുത്തിരിക്കുന്ന വസ്തു കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്ത് ഉണ്ടായിരുന്ന സാധനത്തിനെ നശിപ്പിക്കരുത്. യഹ് മൂർഖത. ഇത് വിഡ്ഢിത്തമാണ്. ബിനാ സോച്ചിയെ കുച്ച് ഭി നഹി കർണ ചാഹിയെ. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ഈ സന്ദർഭം വെച്ച് ടിപ്പണി ചോദിക്കാം, പട്കഥ ചോദിക്കാം. അടുത്ത പേജാണ് പേജ് നമ്പർ 8. പട്കഥ സീൻ 1 ദൃശ്യകാ വിവരണം. സ്ഥാനം വരുന്നത് ഫുലേര ഗാവ്കി സ്റ്റേഷനറി ദുക്കാൻ. ഫുലേര ഗ്രാമത്തിലെ സ്റ്റേഷനറി കടയാണ്. സമയം സുബഹ 10 ബജെ. പാത്രം വന്നത് സാഹിൽ, ബേല ഓർ ദുക്കാൻദാർ. സാഹിൽ 11 साल का लड़का. സാഹിൽ എന്നത് 11 വയസ്സുള്ള കുട്ടിയാണ്. സ്കൂൾ വർത്തി പഹന ഹെ. സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. 5वीं कक्षा में പഠിता है. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബേല 11 साल की लड़की. ബേല 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. സ്കൂളിൽ വർത്തി മെ ഹെ. സ്കൂൾ യൂണിഫോം ആണ്. 5वीं कक्षा में പഠിती है. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദുക്കാൻദാർ 50 साल का ആദി. കടക്കാരൻ 50 വയസ്സുണ്ട്. ധോത്തി കുർത്ത പഹന ഹെ. ധോത്തി മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ സീനിൽ ആദ്യം വരുന്ന അവരുടെ വേഷങ്ങളും വയസ്സുകളൊക്കെ. അപ്പോൾ അടുത്ത് വരുന്നത് ദുക്കാൻദാറും ബേലയും തമ്മിലുള്ള സംഭാഷണം. ആവോ ബച്ചോ ക്യാ ചാഹിയെ. കുട്ടികളെ വരൂ. ക്യാ ചാഹിയെ. എന്ത് വേണം? അപ്പോൾ ബേല പറയണേ, ഏക് പെൻ സ്യാഹി ഫർദോ. പേനയിൽ മഷി നിറയ്ക്കണം. ദുക്കാൻദാർ ബേട്ടി സ്യാഹി കി ബോത്തൽ അഫി അഫി കാലി ഹോ ഗയി ഹെ. ക്യാ ഹുവാ? സ്യാഹി കി ബോത്തൽ അഫി അഫി കാലി ഹോ ഗയി. ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. അപ്പോൾ കൽ ഹി മിലേഗിനി. നാളെയേ കിട്ടത്തുള്ളൂ. അപ്പോൾ ബേല ഉദാസ് സെ ആജ് ക്യാ കരെ. ഇന്നിപ്പോൾ എന്ത് ചെയ്യും? इसने तो पेन में बची स्याही को സെമീൻ पर छिड़क दिया. ഇവനാണെങ്കിൽ ഉണ്ടായിരുന്നതും കൂടെ എന്ത് ചെയ്തു? തറയിൽ കുടഞ്ഞു കളഞ്ഞു. അപ്പോൾ കടക്കാരൻ പറയുന്നതാണ്, ബേട്ട ബാദൽ കോ ദേക്കർ ഖടേ കോ ഡുലാന നഹി ചാഹിയെ. സാഹിൽ ഉദാസെ. അപ്പോൾ ക്യാ കരൂ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ദുക്കാൻദാർ കൽ ആവോ സ്യാഹി മിലേഗ. നാളെ വരൂ, മഷി കിട്ടും. അടുത്ത സാഹിലും ബേലയുടെ സൗഹൃദം. സാഹിൽ और बेला 5वीं कक्षा के छात्र है. സാഹിലും ബേലയും 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. दोनों सच्चे मित्र थे. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. वे स्कूल में एक साथ आते जाते बैठते पढ़ते खेलते और खाते थे. എന്താണ് एक साथ? ഒരുമിച്ച്. ആത്തെ ജാത്തെ. ആത്തെ വരുന്നു, ജാത്തെ പോകുന്നു. ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പോകുന്നു. बैठते हैं ഒരുമിച്ച് ഇരിക്കുന്നു. पढ़ते हैं ഒരുമിച്ച് പഠിക്കുന്നു. खेलते हैं ഒരുമിച്ച് കളിക്കുന്നു. खाते हैं ഒരുമിച്ച് കഴിക്കുന്നു. वे बीड़ बहुटियों को बहुत पसंद करते थे. അവർക്ക് बीड़ बहुटिയെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ കെ രാസ്തേ മേ ഉന്നെ ഖോജത്തെ थे. അവർ പോണ വഴിയിൽ വയലിൽ അവിടെയൊക്കെ അന്വേഷിക്കും. കക്ഷാമേ ജോ സാഹിൽ കർത്താത്ത വഹി ബേല കർത്തിത്തെ. ക്ലാസ്സിലാണെങ്കിൽ സാഹിൽ എന്ത് ചെയ്യുന്നു അതുപോലെ ബേലയും ചെയ്യും. വഹ് സ്കൂൾ 5वीं तक ही था. അവരുടെ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉള്ളൂ. 5वीं कक्षा से पास होने के बाद उन्हें अलग अलग स्कूल में जाना था. 5ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ ശേഷം അവർക്ക് വേറെ വേറെ സ്കൂളിൽ പോകണം. വേ ദോനോ ഇസ്സേ ബഹുത്ത് ചിന്തിത്തെ. അവർ രണ്ടുപേരും വളരെ ചിന്തയിലായിരുന്നു. इस प्रकार की निस्वार्थ मित्रता विरल ही देखने को मिलती है. ഇപ്രകാരത്തിലുള്ള സൗഹൃദം നമുക്ക് വിരളമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യപേപ്പർ. ഈ ഒരു ഒന്നാമത്തെ ചോദ്യപേപ്പർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിൻ്റെയും വീഡിയോ തരുന്നതാണ്. 2025 വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.